ഹേ ഗൈസ്, നമുക്കൊന്ന് അപ്പറിലേക്ക് കണ്ടിട്ട് വരാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് നേര. നമ്മളിപ്പോൾ അപ്പറിലേക്ക് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. ഈ സൗണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അത് ഇതിലാണ് കേട്ടോ, അവിടെ വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ സൗണ്ടാണ് ഗൈസ്. ഇത് നല്ല രസമുള്ളൊരു ഫോട്ടോ സ്പോട്ടാണ് കേട്ടോ. നമ്മളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇവിടുന്ന്. മമ്മി വന്നപ്പോൾ പിന്നെ ഞാനുമായിട്ടും കുറച്ച് ഫ്രീ ആയിട്ടോ. അവിടെ പോയപ്പോൾ മാക്സിമം മമ്മിയുടെ കയ്യിൽ തന്നെയായിരുന്നു ആള്. അവിടെ വെച്ച് ഈ ക്യൂട്ടിയെ കണ്ടു. എന്താണെന്നറിയില്ല, ഇവനെ കണ്ടപ്പോൾ നേരുവിന് ഭയങ്കര നാണമായിരുന്നു. നമ്മൾ പോയത് സാറ്റർഡേ ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പർ ലേക്കിന് തൊട്ടടുത്തായിട്ടാണ് കേട്ടോ വൻവിഹാർ നാഷണൽ പാർക്ക്. അപ്പറിലേക്ക് എത്തിയത് ഒരു പ്ലാൻ ചേഞ്ച്, എന്നാൽ പിന്നെ അങ്ങോട്ട് കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് വന്നേക്കാന്നു. പിന്നെ ഇവിടുന്ന് നേരെ വൻവിഹാറിലേക്ക് വിട്ടു. ബട്ട് നമ്മൾ അവിടെ പോകുമ്പോഴേക്കും അവിടെ ക്ലോസിംഗ് ടൈം ആയി. പിന്നെ വീണ്ടും അവിടെ നിന്ന് തിരിച്ച് അപ്പർ ലേക്കിലേക്ക് തന്നെ വന്നു. പിന്നെ എവിടെ ചെന്നാലും ഐസ്ക്രീമും പോപ്കോണും കണ്ട നേരിട്ടും വിടില്ല കേട്ടോ. അവിടെ ചെന്ന് എത്തിയതും ഐസ്ക്രീം മേടിപ്പിച്ചിട്ടാണ് ആളെ വിട്ടത്. അവിടെ എത്തി കുറച്ച് നേരം കഴിഞ്ഞത് സൺസെറ്റ് ഒക്കെ ആയി തുടങ്ങി. പിന്നെ അവിടെ എത്തിയതും ബോട്ടിംഗ് ചെയ്യാന്നുള്ളൊരു പ്ലാൻ വന്നു. ഹായ് ഗൈസ്, ടൈം 6 o'clock ആയി ഗൈസ്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോകുമ്പോഴേക്കും കൗണ്ടർ ക്ലോസ് ആവുമെന്നൊന്നും അറിയില്ല, പോയി നോക്കിയാലേ അറിയുള്ളൂ ഗൈസ്. ചമ്മി പോയില്ലെങ്കിൽ നമുക്ക് ബോട്ടിങ് ചെയ്യാം അല്ലേ? സാറ്റർഡേ ആയതുകൊണ്ട് അവിടെയും ക്രൗഡിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ലെക്കിന് ടിക്കറ്റും കിട്ടി. ഞങ്ങളങ്ങനെ ബോട്ടിങ് ചെയ്യാൻ പോവാണ്. നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഗൈസ്. നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആണ്. ഇപ്പോൾ നല്ല ടൈമും സൺസെറ്റിൻ്റെ ആ ഒരു വ്യൂയോട് കൂടി നമ്മൾ ബോട്ടിങ് ചെയ്യാൻ പോകുന്നത്. പെർ ഹെഡിന് ചാർജ് എത്രയാ? പെർ ഹെഡ് ചാർജ് എത്ര? 500. 4 പേർക്ക് 500 ഗൈസ്. ഞങ്ങൾ കയറാൻ പോകുന്നുണ്ട്. 500 ആണ് ചാർജ്. അതെ ഗൈസ്, ഭോപ്പാൽ എന്ന് പറഞ്ഞത് സിറ്റി ഓഫ് ലേക്ക് ആണ്. ഇവിടം വരെ വന്നിട്ട് മമ്മിയും അമ്മൂനെയും ബോട്ടിംഗ് ചെയ്യാതെ വിട്ടാൽ എങ്ങനെ ശരിയാവില്ലേ? അങ്ങനെ നമ്മൾ അടിപൊളി ഒരു ബോട്ടിങ്ങും ചെയ്തു. ഞങ്ങൾ നോക്കുമ്പോൾ ഈ വെള്ളത്തിനകത്ത് ഒരു ചെറിയ ദ്വീപ് പോലെ. അതിനകത്ത് നിന്നാണെങ്കിൽ കുറച്ച് ആളുകളെയും കണ്ടു. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അതൊരു മുസ്ലിം പള്ളിയാണ് അത്രേ. പിന്നെ ചില ബോട്ടുകളൊക്കെ ഒത്തിരി വെറൈറ്റി ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കാണാൻ പറ്റി. മാരേജ് പർപ്പസിന് വേണ്ടിയാന്ന് തോന്നുന്നു. ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. എങ്ങനെയുണ്ട് മമ്മി, ബോട്ടിംഗ് ഇഷ്ടപ്പെട്ടാ? സൂപ്പറായിട്ടുണ്ട് ഗൈസ്, അടിപൊളിയുണ്ട് ഗൈസ്. ലാസ്റ്റ് ടൈം ഒരിക്കലും ടൈമിൽ നല്ല വെയിലായിരുന്നു ഗൈസ്. ആ ടൈമിൽ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല, ഫുൾ വെയിലടിച്ചിട്ട്. ഇത്തവണ വന്നപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റ് ഗൈസ്. നല്ല സൺസെറ്റും അടിപൊളിയായിരുന്നു. നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ്. പിന്നെ അത് ഈ കാണുന്ന ഗിറ്റാർ കണ്ടോ? ഇത് ഇലക്ട്രോണിക് എഞ്ചിനീയേഴ്സിന്റെ സ്മാരകമായിട്ട് ഇവിടെ പണിത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ഫുള്ളും ബിൽഡ് ചെയ്തിരിക്കുന്നത് ഈ വേസ്റ്റ് കൊണ്ടാണ്. അപ്പറിലേക്ക് പോയിട്ട് ഈ ഒരു സ്പോട്ടിലായിരുന്നു കേട്ടോ ഫോട്ടോഷൂട്ട് ചെയ്യാനായിട്ട് അത്രയ്ക്ക് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. നമ്മളും കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ഫോട്ടോസ് എടുക്കാൻ പറ്റിയത്. ഈ കാണുന്നത് ഇന്ത്യൻ റെയിൽവേ സൂചിപ്പിക്കുന്ന തരത്തിലായിട്ടുള്ള ഒരു ഡെമോ ട്രെയിനാണ് കേട്ടോ. നമ്മുടെ ഭാരതീയ യുദ്ധ സ്മാരകത്തിന് വേണ്ടിയിട്ടുള്ളത് അതിൻ്റെ യുദ്ധക്കപ്പലും ഹെലികോപ്റ്ററിൻ്റെ ഒക്കെ ഒരു സ്മാരകമായിട്ട് ഇവിടെ കാണുന്നത്. അതിനകത്ത് ചെറുതാണെങ്കിലും ഹൈടെക് ആയിട്ട് ഒരു അമ്പലം ഉണ്ടായിരുന്നു. ഹൈടെക് എന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ഗൈസ്. തൊഴുത് കഴിഞ്ഞ് ഭണ്ഡാരത്തിൽ ക്യാഷ് ഇടാൻ നോക്കുമ്പോഴാണ് അവിടെ ഭണ്ഡാരത്തിന് പകരം QR കോഡ് വെച്ചിരിക്കുന്നു. കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ചെറിയൊരു ക്യൂരിയോസിറ്റി ഒക്കെ തോന്നിയിട്ടോ. ബിക്കോസ് ഞങ്ങൾ എല്ലാവരും ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഈ ഒരു പരിപാടി കാണുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും അമ്പലത്തിൽ ഭണ്ഡാരത്തിന് പകരം ഇതുപോലെ QR കോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണേ. ഇവിടെ ബേൽപൂരി, പാനിപൂരി തുടങ്ങിയ ഒത്തിരി വെറൈറ്റി സ്നാക്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താന്ന് പോലും അറിയാത്ത കുറേ ഐറ്റംസും. അങ്ങനെ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഗൈസ്, ബ്ലാക്ക് കളറിൽ എന്താണെന്ന് അറിയില്ല ഗൈസ്. ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മേടിച്ചായിരുന്നു. നമ്മുടെ എലഞ്ചിപ്പഴം എലഞ്ചിപ്പഴത്തിൽ പാവിലിട്ട് വെച്ചായിരുന്നു. പിന്നെ ഒരു ബേൽപൂരി മേടിച്ചു. അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്.
നല്ല ടേസ്റ്റ്, ഒരു മധുരവും പുളിയും എല്ലാം കൂടെ നല്ല അടിപൊളിയുണ്ട്. ബേൽപൂരി അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ ബേൽപൂരി എല്ലാം കഴിച്ച് കഴിഞ്ഞു. നല്ല അടിപൊളിയുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. വയറൊക്കെ ഫുള്ളായി, അത്യാവശ്യം വിഷമിനുള്ളതൊക്കെ ആയി. അപ്പോൾ ഇനി നേരെ വീട്ടിൽ പോവാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോ